തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാവുകയാണ്. ബി.ജെ.പിയും സ്ഥാനാർത്ഥികളെ ഇത്തവണ 24 വാർഡിലും നിർത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം നമ്മുടെ പുറകിൽ തന്നെ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പി ഭാരവാഹികൾ വരുന്നത്. 24 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് 6-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ജയിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് നിലനിർത്തണം. ഒപ്പം കൂടുതലായ വാർഡുകൾ ഈ തവണ പിടിക്കുകയും വേണം. ഇപ്പൊ നമ്മളോടൊപ്പം ജില്ലാ ഭാരവാഹി ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ എങ്ങനെയാണ് ചിത്രം? വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത്തവണ വണ്ടിപ്പെരിയാറിലെ എല്ലാ വാർഡിലും ആളുകൾ നിർത്തിയിട്ടുണ്ടെന്ന് എല്ലാ വാർഡുകളിലും ആയിട്ടുണ്ട്. എല്ലാ വാർഡിലും കരുത്തുറ്റ നേതാക്കളെയാണ് നമ്മൾ അണിനിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇടത് വലത് മുന്നണികൾ വണ്ടിപ്പെരിയാറിനോട് കാണിച്ചിട്ടുള്ള അവഗണന ഇടുക്കി ജില്ലയോടും പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാർ പഞ്ചായത്തോടും ഇടത് വലത് മുന്നണികൾ കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇവിടുത്തെ ജനങ്ങൾ എടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ വലിയ ഒരു മുന്നേറ്റമായിരിക്കും ഈ ഇലക്ഷനിലൂടെ പുറത്തു വരിക. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, ഞങ്ങൾ വലിയ പോരാട്ടത്തിലാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. അതിനുള്ള പോരാട്ടമാണ്. ഈ അണികൾ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ പോരാട്ടത്തിന്റെ വേദികളാണ്. കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഇത്തവണ എല്ലാ വാർഡുകളിലും ആളെ നിർത്തി. എല്ലാ വാർഡിലും നമുക്കൊരു 3 വാർഡിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമ്മൾ അവരെയും കണ്ടെത്തി. 24 വാർഡിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളടക്കം എല്ലാം ഒറ്റ ചിഹ്നമാണ്. ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിലാണ് ഈ പറയുന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ, ഇന്ത്യ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എല്ലാവരും, അതായത് ഈ പറയുന്ന 3 സീറ്റ് ഒഴികെ ബാക്കി എല്ലാവരും പരമാവധി ഇന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായും 24 വാർഡിലെയും സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കും. മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ പറഞ്ഞതുപോലെ വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾ ഇതൊരു വികാരമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബി.ജെ.പി ഭരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മുഴുവൻ പ്രവർത്തകരും ഇതൊരു വികാരമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇടതു വലത് മുന്നണികൾ ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള അവഗണന തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി ആയിരിക്കും ജനങ്ങൾ കൊടുക്കുക. ബി.ജെ.പി ജയിക്കും, ബി.ജെ.പി ഭരിക്കും. അതെ, ബി.ജെ.പി ജയിക്കും, ബി.ജെ.പി ഭരിക്കും എന്നാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇത്തവണത്തെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നത്. LDF, UDF. LDFിനെ സംബന്ധിച്ച് ഭരണം നിലനിർത്തണം, UDFിനെ സംബന്ധിച്ച് തിരിച്ചു പിടിക്കണം. ബി.ജെ.പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടും മാറ്റിയിട്ട് ബി.ജെ.പി എത്തണം. 24 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ കാണുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ മോൻസിക്കൊപ്പം.